ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു ആശയമാണ്. സെക്ഷൻ 4.5 Definition of continuity. Let capital X and Y be metric spaces. Suppose E subset of X P belongs to E f from E to Y, then f is said to be continuous at P, or limit extending to P f of X equal to f of P. If there is epsilon greater than 0, there exists a delta greater than 0 such that dy of f of x comma f of p less than epsilon whenever dx of x comma p less than delta. അതായത് ഇവിടെ നമുക്ക് രണ്ട് മെട്രിക് സ്പേസ് എക്സും വൈ ഉണ്ട്. എക്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഇയിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ്. ഇയിലെ ഒരു പോയിന്റ് ആണ് സ്മോൾ പി എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗ്ഷൻ എഫ് പി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ എന്നുള്ള രീതിയിലാണ്. ഇവർ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ലിമിറ്റ് ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ഇമേജ് ആയിരിക്കണം. അതായത് ക്യൂ എന്ന് പറയുന്നതിന്റെ റീപ്ലേസ് ചെയ്ത് എഫ് ഓഫ് പി വരികയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഫംഗ്ഷൻ പി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനേഷനിലെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷനിലെ നമ്മുടെ ലിമിറ്റിന്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷനിലെ ക്യൂവിന്റെ സ്ഥലത്ത് നമ്മുടെ എഫ് ഓഫ് പി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് for every epsilon greater than 0 there exists a delta greater than 0 such that dy of f of x comma f of p less than epsilon whenever dx of x comma p less than delta എന്നുള്ള ഡെഫിനേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകുന്നതിന്റെ കണ്ടീഷനാണ്. ഇനി ഒരു ഫംഗ്ഷൻ ടോട്ടലി കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ ജനറലി പറയുന്നു. ഇനി മറ്റൊരു ഡെഫിനേഷനാണ്, അതായത് ഐസൊലേറ്റഡ് പോയിന്റ് എന്നുള്ള ഒരു ആശയം. എന്താണ് ഐസൊലേറ്റഡ് പോയിന്റ്? നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആശയം തന്നെയാണ്, അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഒരു പോയിന്റ് ഐസൊലേറ്റഡ് പോയിന്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് പി ബി any point of capital E, then there exists a neighborhood of P which contains the point P only from the set capital E. Then P is said to be isolated point of capital E. ഒരു സെറ്റിന്റെ ഒരു പോയിന്റ് ഐസൊലേറ്റഡ് പോയിന്റ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ ഒരു നൈബർഹുഡെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കണം. ആ നൈബർഹുഡിലെ ആ പോയിന്റ് അല്ലാത്ത വേറെ ഒരു പോയിന്റും നിങ്ങളുടെ സെറ്റിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് ദാറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു റിസൾട്ട് ഇതാണ്, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ ഓഫ് ഇറ്റ്സ് ഐസൊലേറ്റഡ് പോയിന്റ്. ഫംഗ്ഷൻ എഫ് നേരത്തെ പറഞ്ഞ പോലെ ഇയിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് അതിന്റെ എല്ലാ ഐസൊലേറ്റഡ് പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം എഫ് കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ നമുക്കൊരു എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ ഉണ്ട്. അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടിന്യൂസ് എന്ന് പറയേണ്ടതെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that dy of f of x comma f of p less than epsilon whenever mod dy of x comma p is less than delta എന്ന് പറയണം. ഇവിടെ അതായത് പി യുടെ ഒരു ഡെൽറ്റ നൈബർഹുഡിൽ വരുന്ന എല്ലാ പോയിന്റുകളുടെയും ഇമേജസിന്റെ കളക്ഷൻ എഫ് ഓഫ് പിയുടെ എപ്സിലോൺ നൈബർഹുഡിനകത്ത് വരണം. അതാണ് അതിന്റെ ഡെഫിനേഷന്റെ മീനിങ്. നമുക്കറിയാം പി എന്ന് പറയുന്നത് ഇവിടെ ഐസൊലേറ്റഡ് പോയിന്റ് എടുക്കുന്നു, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഐസൊലേറ്റഡ് പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്നാണ്. സോ ലെറ്റ് us assume p be a arbitrary isolated point of your set capital E, and we know that if p is a isolated point, there is a neighborhood which contains only one point, only that point, അല്ലെങ്കിൽ only p from your capital E. അങ്ങനെയെങ്കിൽ ആ നെയ്ബർഹുഡിനകത്ത് വരുന്ന എല്ലാ പോയിന്റുകളുടെയും ഫംഗ്ഷന്റെ let us consider that delta be that neighborhood, that is dx of x comma p less than delta implies നമുക്ക് എന്താ കിട്ടുക? ആ നെയ്ബർഹുഡിൽ ഇയിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് p മാത്രമായിരിക്കും. അപ്പൊ അറിയാം നമുക്ക് dy of f of x comma f of p ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ പറയുന്ന x എന്ന് പറയുന്നത് ഓൺലി പോസിബിലിറ്റി ദാറ്റ് ഈസ് p.
Because P is an isolated point, there is a neighborhood which contains only one point from your capital E. That point is here P. So dy of f of x, f of p എന്തായിരിക്കും? അത് സെയിം ആണ്. f of x, f of p എന്ന് പറയുന്നത് f of p, f of p തന്നെയായിരിക്കും. അതുകൊണ്ട് സെയിം പോയിന്റിന്റെ മെട്രിക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. So in the domain dx of x, p less than delta, we get dy of f of x, f of p is always 0. So for any epsilon greater than 0, which is always less than epsilon. കാരണം നമുക്ക് വാല്യൂ തന്നെ 0 ആണ്. അതുകൊണ്ട് 0ക്ക് മുകളിലുള്ള ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് less than epsilon എന്ന് കിട്ടുന്നു. So corresponding to any epsilon, you can find a delta such that dy of f of x, f of p less than epsilon whenever dx of x, p less than delta. ഈ ഡെൽറ്റ നൈബർഹുഡ് എന്ന് പറയുന്നത് പിയുടെ ഐസൊലേറ്റഡ് പോയിന്റ് ആണ് എന്നുള്ള ആശയത്തിൽ നിന്ന് കിട്ടുന്ന നൈബർഹുഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ആ പി എന്ന് പറയുന്ന ആർബിട്രറി ഐസൊലേറ്റഡ് പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് കിട്ടുന്നു. Here p is an arbitrary, therefore your f is continuous at all of its isolated points. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു തിയറമാണ് സെക്ഷൻ 4.6. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let capital X and Y be metric spaces. Suppose E subset of X, F from E to Y. Assume also that P is a limit point of capital E. Then F is continuous at P if and only if limit extending to P f of X equal to f of P. അതായത് അസംഷൻസ് ഒക്കെ നമുക്ക് നേരത്തെ പോലെ തന്നെ P ഒരു ലിമിറ്റ് പോയിന്റ് എന്നുള്ള ഒരു അഡീഷണൽ അസംഷൻ ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെ ഒരു സ്റ്റേറ്റ്മെന്റ് എഫ് കണ്ടിന്യൂസ് ആയിട്ട് പി എന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി എന്നാണ്. ആക്ച്വലി ഇതൊരു സിമ്പിൾ തിയർ ആണ് കാരണം അതിന്റെ മീനിങ് തന്നെ ആ ലിമിറ്റ് അതാണെന്നാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയെ നമുക്ക് ആവശ്യമുള്ളൂ. അതിന്റെ പ്രൂഫ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പാർട്ട് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി ആണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ വി നോ ദാറ്റ് then given epsilon greater than 0, there is delta greater than 0 such that dy of f of x, f of p less than epsilon whenever dx of x, p less than delta. നമുക്കറിയാം ലിമിറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് പ്രകാരം ക്യൂവിന്റെ സ്ഥലത്ത് എന്താണ് കിടക്കുന്നത്? എഫ് ഓഫ് പി ആയിരിക്കും. സോ വി ഗെറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി. ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. കോൺവേഴ്സിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? limit extending to p f of x equal to f of p എന്ന് assume ചെയ്യുന്നു. Then by the definition of limit we know that നമുക്ക് q ന്റെ സ്ഥലത്ത് ഇവിടെ ഉള്ളത് f of p ആണ്. So we get by the definition of limit for epsilon greater than 0, there exists a delta greater than 0 such that dy of f of x, f of p less than epsilon whenever dx of x, p less than delta. q ന്റെ സ്ഥലത്ത് നമ്മൾ f of p പ്ലേസ് ചെയ്തു. ഇത് നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം this shows that your function f is continuous at p. അതായത് ഈ തിയറം ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ അല്ലെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്ന ആശയവും കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആശയവും സെയിം ആണ്. കാരണം ലിമിറ്റ് ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള ഇമേജ് ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നു. താങ്ക് യു.